ഹേ എവരിവൺ, ഇതൊരു സിനിമ കണ്ടു. ആശകളായിരം, ഡയറക്റ്റഡ് ബൈ ജി പ്രജിത്ത് ആൻഡ് റിട്ടൺ ബൈ ജൂഡ് ആൻ്റണി ജോസഫ്. സ്റ്റാറിങ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഫാമിലി മാൻ ജയറാം, കാളിദാസ് ജയറാം. ഒറ്റ വാക്കി പറയാനാണെങ്കിൽ ഈ ഒരു പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഫീൽ ഗുഡ്, പക്ക ഫീൽ ഗുഡ് ഒരു ഫിലിം. ആൻഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ആശകളായിരം ഇതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസസ് തന്നെയാണ്. കാരണം ഈ പടത്തിൻ്റെ കഥാപരമായിട്ടൊന്നും ഭയങ്കര വെറൈറ്റി, ഭയങ്കര ഇതുവരെ കേൾക്കാത്തയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയ അങ്ങനത്തെ ഒരു പ്ലോട്ടൊന്നുമല്ല. ജയറാം തന്നെ പണ്ട് ചെയ്ത കുറേ ഫിലിംസിൻ്റെ തന്നെ നമുക്ക് തോന്നും, റിസംബ്ലൻസ് തോന്നും, അതേപോലത്തെ ടൈപ്പ് ഓഫ് പ്ലോട്ടൊക്കെ നമുക്ക് തോന്നും. ആൻഡ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ജയറാം ദ പെർഫോമർ. പുള്ളിക്കാരൻ്റെ സ്ട്രോങ് സോണാണ് ഫാമിലി എൻ്റർടൈനേഴ്സ്. ആൻഡ് പുള്ളിക്കാരനത് വെടിപ്പാട് ചെയ്യുമെന്ന് അറിയാമല്ലോ. ആൻഡ് നമ്മൾ എവിടെയൊക്കെയോ മിസ് ചെയ്ത ആ ഒരു ഫാമിലി എൻ്റർടൈനർ, ആ ഒരു എൻ്റർടൈനറിനെ നമുക്ക് ഈ പടത്തിൽ കിട്ടിയോട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് എനിക്കിത് പേഴ്സണലി നല്ലപോലെ ഫീൽ ചെയ്തു. പുള്ളിക്കാരൻ എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ഈ പുറത്ത് പോയി കുറേ റോൾ ചെയ്ത് പോകാതെ ഇവിടെ ഈ ഒരു ജോണറിൽ പുള്ളിക്കാരനെ മിസ് ചെയ്യുന്നത്, പുള്ളിക്കാരൻ എന്ത് രസമായിട്ടത് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. സെക്കൻഡ് പോസിറ്റീവ് ഇതിൻ്റെ മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ലൈക്ക് സനൽ ദേവാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആൻഡ് പുള്ളിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി, അത് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിമാണെന്ന് തോന്നുന്നത്. ആൻഡ് ഇതിനകത്തും പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് വൈസ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ടെക്നിക്കൽ ടീം ലൈക്ക് ഫുള്ളി നമ്മുടെ സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രാഫി ഷാജി കുമാറാണ് ചെയ്തിരിക്കുന്നത്. ഷാജി കുമാർ പുലിമുരുകൻ, തുടരും ഒക്കെ ചെയ്ത പുള്ളിയാണ്. പുള്ളിക്കാരൻ്റെ എനിക്ക് നമ്മുടെ മലയാളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഈ പടത്തിൽ വേണ്ട പോലെ തന്നെ ഈ പടത്തിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് പോസിറ്റീവ് ഈസ് റിലേറ്റബിലിറ്റി ഫാക്ടർ. ഇതിനകത്ത് കാളിദാസിൻ്റെ ക്യാരക്ടറും ലൈക്ക് കാളിദാസ് ജയറാമിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ് പറയുന്നതെന്നും പുള്ളിക്കാരൻ്റെ ആഗ്രഹങ്ങളെല്ലാം എവിടെയൊക്കെയോ എന്നെ അതിനകത്ത് കണ്ടു എന്നുള്ളത് റിലേറ്റബിലിറ്റി ഫാക്ടർ. ഞാൻ ഇന്നാളിൽ ഒരു റിവ്യൂവിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലി ഒരു ഫിലിം കണക്റ്റ് ആവണമെങ്കിൽ അതിനകത്ത് എൻ്റെ ഒരു എലമെൻ്റ് എന്നല്ല, നമുക്ക് റിലേറ്റബിൾ ആയിട്ടൊരു എലമെൻ്റ് പോകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ ആ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു ഫിലിം കാണുമ്പോൾ ആ സ്ക്രീൻ വിട്ട് നമ്മൾ ആ സ്ക്രീൻ അറിയാതെ നമ്മൾ അകത്തോട്ട് കയറിപ്പോവും. അവിടെയാണ് ആ ഇമോഷണൽ കണക്റ്റിലാണ് പടം എനിക്ക് വർക്ക് ആവുന്നത്. സാധാരണ ഒരു ഫിലിം കാണുമ്പം അത്രയ്ക്ക് കണക്റ്റ് ആവുന്നത്. ദാറ്റ്സ് മൈ സിമ്പിൾ തിയറി ഓഫ് ലൈക്കിങ് എ ഫിലിം. സോ ഈ ഫിലിം ഭയങ്കര റിലേറ്റബിളായിട്ട് എനിക്ക് തോന്നി. നെഗറ്റീവ്സായിട്ട് പറയാനാണെങ്കിൽ ഇതിന് ഈ പ്ലോട്ട് വൈസ് ഒരു പുതുമയോ കാര്യങ്ങളൊന്നുമില്ല. പക്ക പ്രെഡിക്റ്റബിൾ പ്ലോട്ടാണ്. പടം തുടങ്ങുമ്പോഴും ഒരു ഇൻ്റർവെൽ ആകുമ്പോഴും ചില സീൻസ് അടുത്ത സീൻ നമ്മൾ പറയുമ്പോൾ അത് തന്നെ നടക്കും. ആൻഡ് ഇറ്റ് ഈസ് വെരി പ്രെഡിക്റ്റബിൾ. ബട്ട് അത് പ്രെഡിക്റ്റബിലിറ്റി ഫാക്ടർ അല്ല ചില ഫിലിംസിൽ, നമുക്കത് കണക്റ്റ് ആവുമോ എന്നുള്ളൊരു ഫീലാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ലൈക്ക് പ്രെഡിക്റ്റബിൾ ആണെങ്കിലും അത് കണക്റ്റ് ആയിട്ട് വർക്ക്. സോ ഇറ്റ്സ് ഫൈൻ. എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വർക്കാണ്. ആൻഡ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈക്ക് ഒരു ഫീൽ ഗുഡ് ഫിലിം തിയേറ്ററിൽ പോയി കാണണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അങ്ങനെ ആക്ഷൻ സീക്വൻസ് ഒന്നുമില്ല. ലൈക്ക് പക്ക ക്ലീൻ ഫാമിലി എൻ്റർടൈനർ. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഫിലിം തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടമാണെങ്കിൽ ദിസ് എ ഡെഫിനറ്റ് വാച്ച് ഇൻ തിയേറ്റർ. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കിത് തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് നല്ലൊരു ഫീൽ കിട്ടി. ആൻഡ് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയി ഈ ഒരു വീക്കെൻഡിൽ കാണാൻ പറ്റിയൊരു നല്ലൊരു ഫിലിമായിട്ടാണ് തോന്നിയത്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിലിടുക. സ്പോയിലേഴ്സ് ഒന്നുമില്ല, കമൻറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ കാണാം.